ഗർഭാവസ്ഥയിൽ ഈ പെൺകുട്ടിക്കുണ്ടാവുന്ന ഓക്കാനം പോലും ആ കുഞ്ഞിന്റെ അച്ഛനായ സിഇഒയ്ക്കും ഉണ്ടാവുന്നുണ്ട്. എന്നാൽ സിഇഒ കരുതുന്നത് അയാൾക്ക് എന്തോ അസുഖം ബാധിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ സിഇഒയുടെ ശരീരത്തിലെ ഒരു മാർക്ക് കണ്ടപ്പോൾ അസിസ്റ്റന്റിന് മനസ്സിലാവുന്നുണ്ട് സിഇഒ ആവട്ടെ ഇതിനോടകം തന്നെ ഒരു അച്ഛനാവാൻ പോവുകയാണെന്നും അസിസ്റ്റന്റ് അത് അയാളോട് പങ്കുവെക്കുന്നുമുണ്ട്. സിഇഒയുടെ കുടുംബത്തിലെ ആണുങ്ങൾക്ക് ഒരു ശാപമുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു പെൺകുട്ടിയുമായി അവർ ഇന്റിമേറ്റ് ആയി കഴിഞ്ഞാൽ അവരുടെ കഴുത്തിന് പുറകിൽ ഒരു മാർക്ക് പ്രത്യക്ഷപ്പെടുകയും അഥവാ അടുത്തിടപഴകുന്ന പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ ആ ഗർഭിണി അനുഭവിക്കുന്ന എല്ലാ അവസ്ഥകളും ആ യുവാവിനും അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് സിഇഒയ്ക്ക് എന്തോ ഒരു തരം വിഷബാധയേറ്റിരുന്നു. അയാളുടെ കമ്പനിയിലെ സ്റ്റാഫായിരുന്ന പെൺകുട്ടിയാവട്ടെ അയാളെ രക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയത്ത് അവര് രാത്രി ചിലവഴിക്കുകയും ചെയ്യുന്നുണ്ട്. പെൺകുട്ടിയെ കുറിച്ച് നന്നായി ഓർമ്മയുണ്ടായിരുന്ന സിഇഒ ആവട്ടെ ഉടനടി തന്നെ അവളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനും അവളുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ കൈമാറാനും പറയുന്നുണ്ട്. അസിസ്റ്റന്റ് നൽകിയ റിപ്പോർട്ടിൽ നിന്ന് പെൺകുട്ടി അയാളുടെ 3 കുട്ടികളുമായി ഗർഭിണിയാണെന്നുള്ള വിവരം സിഇഒ ഞെട്ടലോടെ തന്നെ മനസ്സിലാക്കുന്നു. അയാൾ പരിഭ്രാന്തിയോടെ തന്നെ പെൺകുട്ടിയെ അന്വേഷിച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. അങ്ങനെ പെൺകുട്ടിയുടെ വീട് കണ്ടെത്തി യുവാവ് അവളെ കാണാനായി പോകുന്നു. സിഇഒയെ തന്റെ വാതിൽ പടിക്കൽ കാണുന്ന പെൺകുട്ടിയാവട്ടെ ആകെ അന്താളിച്ചു നിൽക്കുന്നുണ്ട്. അവളുടെ വീട്ടിനകത്തേക്ക് പ്രവേശിച്ച് സിഇഒ ആവട്ടെ ചുറ്റുപാടും നോക്കുന്നുണ്ട്. ഈ സമയത്ത് അവൾ കഴിക്കാനായി എടുത്തു വെച്ചിരുന്ന ഭക്ഷണം അയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭക്ഷണമാണ് പെൺകുട്ടി ലഞ്ചിന് കഴിക്കാനിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ സിഇഒ ആവട്ടെ അവളെയും കൊണ്ട് ഒരു 5 സ്റ്റാർ റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ യുവാവ് ഓർഡർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവൾ തന്നിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്ന് അവൻ അവളോട് ചോദിക്കുന്നുണ്ട്. താൻ ഗർഭിണിയാണെന്നുള്ള വിവരം സിഇഒയ്ക്ക് മനസ്സിലായി കാണുമോ എന്ന് കരുതിയ പെൺകുട്ടിയാവട്ടെ കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം അവന്റെ ദേഹത്തേക്ക് അറിയാതെ തുപ്പുന്നുണ്ട്. പെൺകുട്ടി പരിഭ്രാന്തിയോടെ തന്നെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് അവന്റെ മുഖമാകെ തുടച്ചു കൊടുത്തിട്ട് അവനോട് ക്ഷമയും പറയുന്നുണ്ട്. എന്നാൽ സിഇഒ ആവട്ടെ അവളുടെ കൈ തടഞ്ഞിട്ട് തന്നിൽ നിന്ന് വീണ്ടും എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്ന് ഗൗരവമായി തന്നെ അവളോട് ചോദിക്കുന്നു. സിഇഒയുടെ ഗൗരവമേറിയ മുഖഭാവം കണ്ടപ്പോൾ പെൺകുട്ടി അയാളെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അവൾ അയാളുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ചതിനോട് അയാൾക്ക് തീരെ താല്പര്യം കാണില്ല എന്ന്. അങ്ങനെ അയാളെ തെറ്റിദ്ധരിച്ച പെൺകുട്ടിയാവട്ടെ ഉടനടി തന്നെ അയാളോട് പറയുന്നുണ്ട് താൻ ഗർഭിണിയാണ്, തന്റെ കുഞ്ഞിനെ ഒറ്റയ്ക്ക് തന്നെ വളർത്തിക്കോളാം, ഒരിക്കലും അയാളുടെ ജീവിതത്തിലേക്ക് ഒരു ശല്യമായി വരില്ല എന്ന്. ഇത് കേട്ട യുവാവട്ടെ ആകെ നിസ്സഹായതയിലാവുന്നുണ്ട്. സിഇഒ ഉടനടി തന്നെ അവളുടെ കൂടെ ചോദിക്കുന്നുണ്ട് നിനക്കെന്നെ വിവാഹം കഴിക്കാൻ സാധിക്കുമോ എന്ന്. തന്റെ വിവാഹ അഭ്യർത്ഥന ചിലപ്പോൾ അവൾ നിരസിക്കുമോ എന്ന് പേടിച്ചിരുന്ന സിഇഒ ആവട്ടെ ഒരു കോൺട്രാക്ട് അഗ്രിമെന്റും കൊണ്ടാണ് അങ്ങോട്ടേക്ക് വന്നിരുന്നത്. ആ എഗ്രിമെന്റിൽ ഉണ്ടായിരുന്ന ഉള്ളടക്കം എന്തെന്ന് വെച്ചാൽ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ പെൺകുട്ടിക്ക് $100 മില്യൺ കൈമാറുമെന്നായിരുന്നു. പെൺകുട്ടിയാവട്ടെ ഒന്ന് ആലോചിക്കാതെ തന്നെ അതിൽ സൈൻ ചെയ്തു കൊടുക്കുന്നു. അതിനുശേഷം അവരിരുവരും വിവാഹ സർട്ടിഫിക്കറ്റ് നേടുന്നുണ്ട്.